അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഒരു തിടുക്കം. പക്ഷേ അത് ശരിക്കും ആ സിനിമയായിട്ട് അത്ര ഇൻകോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ആശയമാണ്. കാരണം അവൻ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി എനിക്ക് പറഞ്ഞു തരുമ്പോഴും അത് തന്നെയായിരുന്നു. ആ ഒരു പടിയായിരുന്നു പ്രശ്നം. ഒരു മൂന്നാമത്തെ പടി ഇളക്കമുള്ളതാണ്. അതുകൊണ്ട് ആ നിശബ്ദമായ സമയത്ത് കയറാനും പറ്റില്ല, ഇറങ്ങാനും പറ്റില്ല. കാര്യം അവൻ ശബ്ദം ഉണ്ടാകും. അപ്പോൾ പക്ഷേ ഇവനിറങ്ങിയേ മതിയേ ഉള്ളൂ. പെണ്ണിന് ഇതളനക്കവും ഉണ്ട്. ഇതളനക്കത്തിന് അതൊരു അശ്ലീലമുണ്ട് കേട്ടോ. അറിയാതെ എന്ത് ഇതളനക്കം. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി. അനുരാഗം എന്നുള്ളത് എപ്പോഴും പാസ്പോർട്ടാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ ഉദ്ദേശം വേറെ, എപ്പോഴും അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണല്ലോ ശാരീരിക ആകർഷണം എന്ന് പറയുന്നത്, പരസ്പരം ആകർഷിക്കപ്പെടുന്നത് ശാരീരിക ഇതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രസക്തി തീരുമല്ലോ. അപ്പോഴാണ് പ്രണയത്തിൻ്റെ നിലനിൽപ്പ്. അവിടെ ആ പ്രസക്തി തീർന്നു കഴിയുമ്പോൾ പിരിഞ്ഞു പോകുന്നത് യഥാർത്ഥ പ്രണയമല്ല. അപ്പം ഇതതുപോലെ അത് ശരിക്കും ആഗ്രഹം തന്നെയായിരുന്നു. അവനത്രയേ ഉള്ളൂ ആഗ്രഹം ആ കഥാപാത്രത്തിന്. അത് തിടുക്കം താഴോട്ട് വരിക എന്നുള്ളത്. ഇവക്കാണെങ്കിൽ ഒന്നും വയ്യല്ലോ. അറിയാതെ അനുരാഗ വിലോചന അതിലേറെ മോഹന പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ. ഇവിടെ മുകളിലേക്ക് വിളിച്ചിട്ട് കയറാനും പ്രയാസം. കാര്യം തൊട്ടപ്പുറത്ത് മുത്തശ്ശി കിടക്കുക, ഒരനക്കവും. ഇവനെ ഇറങ്ങാനേ പിന്നെ മാർഗമുള്ളൂ. അതാണല്ലോ അത്. അപ്പം അത് അവസാനം കഴിച്ച് അങ്ങനെ പിന്നെ 17 പൗർണമി കാണും അഴകെല്ലാമുള്ളൊരു പൂവിന് അറിയാതെ എന്തേ ഇതളനക്കം പുതുമിനുക്കം ചെറുമയക്കം. ആലസ്യം ഉണ്ടാവുമല്ലോ. അതുമൊക്കെ ഈ പറഞ്ഞ പോലെ പെൺ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഞാൻ വാരിക്കോരി എടുത്ത ഫീലാണ്. അതൊരു ഇറോട്ടിക് എലമെന്റ് ഉണ്ട്, കുറച്ചുണ്ട്. കാരണം കഥാപാത്രം കുറച്ച് അവനാ ധൃതിക്കാരനാണല്ലോ. അവന് വേറെ ഒരു ഉദ്ദേശമില്ല, ഇവിടെ കിട്ടണമെന്ന് നോക്കില്ല ആ കഥാപാത്രത്തിന്. അത് പിന്നെ അത് കാത്തിരിപ്പവും വിങ്ങലല്ലേ കാലമിന്നോ മൗനമല്ലേ മൗനം തീരില്ലേ എന്നുള്ള ചില വെപ്രാളമാണ്. പിന്നെ അതങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കൗമാരത്തിലൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഈ കാണണം എന്നുള്ള വിചാരവും അടുത്തിരിക്കും എന്നുള്ള വിചാരവും ഒക്കെ ആ പ്രായത്തിലൊക്കെ വളരെ കൂടുതലായിരിക്കും. ഇന്നതിപ്പോൾ എത്രമാത്രം അതിനകത്ത് ചൂടുണ്ട് ജ്വാലയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെയൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിലൊക്കെ വളരെ ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൈസൽസ് എഴുതുന്നതൊക്കെ കഷ്ടമാണ്. കാര്യം പുസ്തകം ഇല്ലല്ലോ, സിലബസ് ഇല്ല, എന്തും കഷ്ടം എന്നറിയാം. എവിടുന്ന് ആര് പറഞ്ഞു ചോദിക്കാൻ പറ്റുമത്? അങ്ങനെയൊക്കെ ചില പ്രശ്നമുണ്ട്. കാര്യം ആ കാലത്ത് നമ്മൾ ഒട്ടും ചോദിക്കില്ല. കാര്യം അന്നൊക്കെ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ ഇരുന്ന് ഇവിടെ പെൺകുട്ടികൾ ഇവിടെ ആൺകുട്ടികൾ അങ്ങനെയല്ലേ വർത്തമാനം പറഞ്ഞാൽ കൊണ്ടേ ഇരുത്തുന്നത് പെൺകുട്ടികൾ അടുക്കുക. നമുക്ക് എന്തുകൊണ്ടോ ഇത് ഇത്രയും വലിയ ജയിലില്ലെന്ന് തോന്നും. അന്നങ്ങ് പരീക്ഷയ്ക്ക് കോപ്പടിക്കണമെങ്കിൽ പിടിച്ച് 2 പെണ്ണുങ്ങൾ അടുത്ത് ഇനി കൊല്ലം നടക്കും. ഇന്ന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാലമായി. അല്ല ഇത് അന്നത്തെ കാലത്തിൻ്റെ അവസ്ഥ പറയാം. ഇപ്പം ഇത് തന്നെയായിരുന്നു എല്ലാം ഇത് പറഞ്ഞ അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ ഇത് ഒരിക്കലും എങ്ങും ആവില്ല എന്നുള്ളൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. രാക്കടമ്പൻ ഗന്ധമോടെ അങ്ങനെയാണല്ലോ. വീണ്ടും ചേരില്ല എന്നുള്ള കൊതി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആഗ്രഹത്തിന് എന്തും ആകാമല്ലോ, ആരും അറിയാണ്ട് നമുക്ക് മനസ്സിനെ സഞ്ചരിപ്പിക്കാം. പക്ഷെ അതിനകത്ത് ഇവക്ക് അത് അത്രയും ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ പാവല്ലേ സാധുവല്ലേ. പക്ഷേ ഇവനതല്ല, ഇവന് ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മുറ്റത്തെ മുല്ലേ ചൊല്ലു കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാൻ ആരാരോ എന്ന് ചോദിക്കുന്നത് ശരിക്കും കാറ്റിന്റെ പാട്ടാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. എന്നെ ഈ കഥാപാത്രം ഇത് എന്ന് പറഞ്ഞാൽ മായാവിയാണല്ലോ. മായാവിനെ കാണില്ല, എന്നാൽ നമ്മുടെ കാറ്റിനെ പോലെ അങ്ങനെയാണല്ലോ പറയുന്നത്. ഇവന്റെ പ്രസൻസ് എല്ലാം ഫീൽ ചെയ്യിക്കുന്നതും ഒക്കെ ആ കാറ്റിന്റെ ഒരു രീതിയിലാണ്. അപ്പം അതിനകത്ത് അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. ഒരുപക്ഷെ ഷാഫിയത് വളരെ ഷാഫിയതൊക്കെ അദ്ദേഹം ഇപ്പം മരിച്ചു എന്നുള്ളത് സങ്കടം മാറില്ല. കാര്യം ഞാൻ പലതവണ എഴുതി കൊടുത്തു ഷാഫിക്കത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ മിനിക്കുകയോ എല്ലാം എടുത്തിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് അതിങ്ങനെ എടുത്ത് അവസാനം ചരണം വരുന്ന സിനിമയിലില്ല. കാര്യം ആ ചരണം കൂടെ വന്നെങ്കിലേ അപ്പം അത് പൂർണ്ണത. കണ്ടിട്ടുണ്ടല്ലേ മായക്കാറ്റല്ലേ, മായക്കാറ്റെന്ന മായാവിയുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും ലാസ്റ്റ് വരെ. അവസാനം അറിയുന്ന അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ മായക്കാറ്റല്ലേ കൊഞ്ചിക്കുന്നില്ലേ എന്താണ് അതൊന്നും അറിയില്ല. ആദ്യം ആരാന്നറിയില്ല, ഒന്നും അറിയില്ല. അവസാനമാണ് ലാസ്റ്റ് ലൈൻ. അതാ ഷൂട്ട് ചെയ്തപ്പം അത് വേണം, അത്രയും ലെങ്തി ആ പാട്ട് വേണോ എന്നൊരു സംശയമൊക്കെ പലപ്പോൾ ബൊമ്മക്ക് ഉൾപ്പെടെ. കാര്യം എൻ്റെ ക്ലൈമാക്സിൽ അടിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ടേ ഇങ്ങനെ ഒരു പേസിലൊരു പാട്ട് എങ്ങനെ അതിൻ്റെ സിനിമയുടെ ടെമ്പോയെ ബാധിക്കുമോ എന്നുണ്ടായിട്ട് സംശയമുണ്ടായിരുന്നു. ഷാഫി കണ്ണവാനം അതിനെ ഇഷ്ടപ്പെട്ട് കൊണ്ട് ഷാഫി അത് എന്തായാലും ചെയ്യാം, ഞാൻ ഈ പാട്ട് ഇഷ്ടപ്പെട്ടു പോയി, ഇനി അഥവാ കട്ട് ചെയ്ത് ഞാനൊരു കാര്യം എൻ്റെ ചിലവിൽ ഞാനത് ചിത്രീകരിച്ചോളാം, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ പൈസ കളയണ്ട എന്നുള്ള ഷാഫിയുടെ റിസ്കിൽ അത് എടുത്തേണ്ട. പക്ഷെ അത് പിന്നീട്
എല്ലാവരും തന്നെ പറഞ്ഞു അതൊരു പിന്നെ അധികപ്പറ്റോ അല്ലെങ്കിൽ ആ പടത്തിൻ്റെ ടെമ്പോയോ ബാധിക്കുന്ന രീതിയിലായിരുന്നില്ല. അതിന് വേറൊരു തലം ഉണ്ടായിരുന്നു. പാട്ടും നല്ലതായിരുന്നു. മഞ്ചരിയും ഭയങ്കര രസമായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ശാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറയുന്നത് ശരിക്കും ഷഹബാസമൻ്റെ വോയിസ് അതും ഇഷ്ടമല്ലേയും ഷഹബാസാണ് പാടിയത്. ആ മനുഷ്യൻ്റെ വോയിസിൽ ആ പാട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോഴും ഞാൻ ആവർത്തിച്ച് കേൾക്കുന്ന പാട്ടാണ്. ഒരുപക്ഷെ ഷഹബാസ് അല്ലാതെ വേറൊരാൾ പാടിയാൽ നമ്മൾ ആ പാട്ട് ഇതാദ്യം ചാന്തുപോട്ടല്ലായിരുന്നു പടം, അതറിയാമല്ലോ. അത്ഭുത വിളക്ക് എന്നായിരുന്നു ഈ പടത്തിൻ്റെ പേര്. സുനാമിക്ക് മുമ്പ് ഒരു അമേരിക്ക എന്നുള്ള പ്രൊഡ്യൂസറായിരുന്നു എൻ്റെ ഒരാളായിരുന്നു പ്രൊഡ്യൂസർ. അദ്ദേഹം വന്ന് എടുക്കാൻ നമ്മൾ എല്ലാം നോക്കിയിരുന്നപ്പോഴാണ് ഈ സുനാമി വരുന്നത്. സുനാമി വന്നിട്ട് അദ്ദേഹം തിരിച്ചു പോയി. ഇത് പ്രോജക്റ്റ് തീരെ കടൽത്തീരെ ഇല്ല, കടൽത്തീരെ മുഴുവൻ തിര കവർന്നല്ലോ. പിന്നെ ഇപ്പോൾ ഇതിനൊരു ഈ പ്രോജക്റ്റിന് എത്രമാത്രം സാധ്യതയുണ്ട് എന്നറിഞ്ഞ് അങ്ങനെ മടങ്ങിപ്പോയത്. പിന്നീടാണ് ലാലേട്ടൻ, നമ്മുടെ സിദ്ദീഖ് ലാലേട്ടൻ പ്രൊഡ്യൂസറാകുന്നതും ആ ചാന്ത് പൊട്ടെന്നുള്ള പേര് വരുന്നതൊക്കെ പിന്നീടാണ്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡിങ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത് എഴുതി ട്യൂൺ ചെയ്തതാണ്. അതിനകത്ത് 3 പാട്ടും എഴുതി ട്യൂൺ ചെയ്ത് ഗോവൻ സോങ് മാത്രമേ ഉള്ളൂ നമ്മൾ ഫുള്ളായിട്ട് ട്യൂൺ തന്നിട്ട് എഴുതി ചെയ്തെങ്കിലും അതിനകത്ത് ചില മാറ്റങ്ങൾ വിദ്യാസാഗർ സാർ വരുത്തി. ചില ഒരേ നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു പാറ്റേൺ വരുമല്ലോ, അതിൽ നിന്ന് മാറ്റിയിട്ട് സംഗീതത്തിൻ്റെ കുറേ എലമെൻറ്റ് കൂടെ ചേർത്ത് ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ചില സാധനങ്ങൾ അഡീഷൻ കൊണ്ട് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ പാടിക്കഴിഞ്ഞു. ഞങ്ങൾ രാത്രിയിൽ പിറ്റേ ദിവസം റെക്കോർഡിങ്. അപ്പം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പാടിക്കഴിഞ്ഞ് എനിക്ക് ഈ ചില ആൾക്കാരുടെ എനിക്കറിയില്ല അവരുടെയൊക്കെ എല്ലാവരിലും ഉണ്ടാകും കേട്ടോ. എനിക്ക് നമുക്കിപ്പോൾ അനുഭവം പരിചയമുള്ളതുകൊണ്ടാണ്. രാത്രിയായപ്പോൾ വെറുതെ ഒരു ഫോണെടുത്ത് കോഴിക്കോടേക്ക് വിളിക്കുക, ചെന്നൈയിൽ നിന്ന്. ഷഹബാസാണോ, പ്ലെയിൻ കയറിക്കോ, നാളെ ഒരു പാട്ടുണ്ട്. ഏതോ സമയത്ത് എപ്പോഴോ ഒരു ഗസലോ എന്തോ കോഴിക്കോട് വെച്ചിട്ട് ഷഹബാസിൻ്റെ പാട്ട് കേട്ട ഓർമ്മയാണ്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഓർത്തിരുന്ന് രാവിലെ ഷഹബാസ് എത്തി. അപ്പം നമ്മൾ സൂര്യൻ ചാന്ത് കുടഞ്ഞൊരു മാനത്ത് എന്നൊരു നാണം പൊട്ട് തൊടുന്നൊരു തീരത്ത്. അപ്പം ലാലേട്ടന് ഈ ലിറിക്കൽ സെൻസ് എൻ്റെ ഒരു അനുഭവത്തിൽ നന്നായിട്ടുണ്ട്. എടുത്ത് നോക്കിയിട്ട് അതൊക്കെ ചിലപ്പോൾ ചിലക്കൊക്കെ വേണ്ടിയൊക്കെ പാട്ട് എഴുതാനുള്ളൊരു കൊതി അവിടെയാണ്. ഈ ഭാഷ ഇങ്ങനെ കടവാലിൽ ലാളിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് എന്ത് വിട്ടുവീഴ്ചയും എന്ന് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെടും. അതെനിക്ക് ചിലപ്പോൾ മറുവശം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഭാഷ എന്താണെന്നറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി തിരുത്തേണ്ടി വരുന്ന ഗതികേടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇത് പാടിക്കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ രാവിലെ വന്നു 10 മണിക്ക് റെക്കോർഡിങ് വന്നു കഴിഞ്ഞിട്ട് ചരിത്രം നമുക്കേ ഈ സൂര്യനെയും ചാന്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമ്മുടെ പടമായിട്ട് ചേരുന്ന വാപ്പ് ടൈറ്റായിട്ട് വരും. അങ്ങനെയാണ് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ എന്നതിനകത്ത് പൊട്ട് തൊടുന്നത്. അത് ലാലേട്ടൻ്റെ തരത്തില്ല. അല്ല പിന്നെ അതേ പറഞ്ഞാൽ അത് നമുക്കത് എനിക്ക് മൈലേജ് കിട്ടിയല്ലോ. അപ്പോൾ മറ്റേതായാലും ചിലപ്പോൾ കിട്ടുമായിരിക്കാം. പക്ഷേ ആ പാട്ടും സിനിമയുടെ പേരും ഈ പാട്ടുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഒരു സഹായം വന്നപ്പോൾ അത് കൂടുതൽ പേര് അത് അന്വേഷിക്കാനും വേണ്ടി. കാരണം ഷഹബാസിൻ്റെ ശബ്ദം ഒന്ന്, പിന്നെ അതിനകത്ത് അതിൽ പറഞ്ഞ പോലെ വളരെ 4-4.5 മണിക്കൂർ എടുത്തു ആ സിറ്റുവേഷൻ പറഞ്ഞു തരാൻ. ഒരു കാരണവശാലും ഇവൻ പുരുഷനാവരുത്, പൗരുഷത്തിൻ്റെ ഒരു എലമെൻറ്റും ആ പാട്ടിൽ ഉടനീളം ഉണ്ടാവരുത്, എന്നാൽ ഇവൻ ആണാകുകയാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന പാട്ടാണെങ്കിലും ഒരു സാധനവും പൗരുഷക്കരുത്തുള്ളൊരു വാക്കരുത്ത് പാട്ടില്ല. എല്ലാം സോഫ്റ്റായിരിക്കണം. അതാണ് ഉപ്പിൻ കയ്പ്പാണ് നീ കവിളത്ത്. കുഞ്ഞ് കാലത്തെ കളിച്ച് നടക്കുമ്പം ഉമ്മ വയ്ക്കുമല്ലോ. അപ്പോൾ കടലിൻ്റെ ഉപ്പും വേർപ്പിൻ്റെ ഉപ്പും ഇപ്പോൾ എന്തൊരു മധുരം ചുണ്ടത്ത്. ചെറിയൊരു മാറ്റം, അത് ചെറിയ മാറ്റമല്ല. എങ്കിലും അവനെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് ഉപ്പ് മാത്രം ശീലിച്ച് ഇപ്പം നല്ല മധുരം എന്ന് പറയുന്ന ഒരു വളർച്ചയില്ലാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷെ നമ്മുടെ മാനസികമായി നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രായം കഴിയുമ്പോൾ അല്ലേ. ഇപ്പോൾ മൂത്രമൊഴിക്കാനുള്ള വിഗ്രഹം മാത്രമല്ല പുള്ളി എന്നുള്ളൊരു പ്രായം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് ഇല്ലാത്തൊരു കഥാപാത്രമാണ് അത്ര ഇല്ലാത്തത്. അപ്പോൾ അത് 4 ഇത്രയും എടുത്തെടുത്തിട്ടാണ് ചെയ്തത്. ഓരോന്നും അങ്ങനെ പുതിയാപ്പിള കോരാന്നൊരു കോരയാണ്, പലയിടത്തും പല മീനത് കടലുമായിട്ട് ബന്ധപ്പെട്ട മീൻ. അങ്ങനെ കിട്ടും പല സ്ഥലങ്ങളും തിരക്കി ഇങ്ങനെ ഒരു. അപ്പോൾ എവിടെയോ ഏതോ കേരളത്തിൽ ഒരു സ്ഥലത്ത് പറയുന്ന പുതിയാപ്പിള കോരയാണ്. അപ്പോൾ ഇവനെ സംബന്ധിച്ചൊരു പുതിയാപ്പിള കോരയാണ്. മുള്ളെല്ലാം വന്നേ പോയി പുതിയാപ്പിള കോരയെ പോലെ എന്നുള്ള അവളുടെ സങ്കല്പം. അവൾക്ക് സന്തോഷമാണ് ഇവനിലൊരു ആൺ എലമെൻ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ അത് തന്നെയാണ് അത് പറഞ്ഞു തരുന്നത്. ഡ്രൈവിംഗ് എന്നൊരു വലിയ സംഭവമുണ്ട്. അത് എനിക്കറിയില്ല, ഒത്തിരി പേരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തില്ലായിരുന്നല്ല. എല്ലാവരും ഞാൻ ചെയ്ത് വളരെ തുച്ഛം പേര് മാത്രമേ ഉള്ളൂ.